ഹലോ, ഇന്ന് നമ്മൾ അംബാസഡർ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, അതെ, ബാങ്കോക്കിൽ നിന്ന് പറയണം, നമ്മൾ പട്ടായയ്ക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ 10 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു പോവാണ്. സമയം ഇപ്പോൾ ഇവിടെ എത്ര മണിയായി? 8 മണിയായി. സോ ഇവിടെ സ്കൈ വിങ്ങില്ല നമ്മൾ താമസിക്കുന്നത്. സ്കൈ വിങ്ങും ഉണ്ട്, സ്ക്വയർ വിങ്ങും ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ചുമ്മാ ഒരു ഇത് എയ്ഡിന്ന് കുറേ സ്ഥലത്ത് കാണും. അപ്പോൾ നമ്മൾ വിചാരിക്കും ദിറംസാണ്, പക്ഷെ അല്ല, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ. എന്താ സാധനം അത്? നമ്മൾ ലിഫ്റ്റ് ഏരിയയിലേക്ക് പോവാണ്. നമ്മുടെ 2 ഫിഷ് ടാങ്ക് ഉണ്ട്. നല്ല രസം അതിൻ്റെ അകത്ത് മീനെ കാണാനായിട്ട്. ശരിക്കും മീനെ കണ്ടു കഴിഞ്ഞാൽ കുറേക്കാരെ പോലെ ഇരിക്കും. കണ്ട ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല രസമല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്യട്ടെ. അതെ, തിരിച്ചു വന്നിട്ട് പണിക്ക് വന്നാലും ഓർക്കാൻ വയ്യ. മൊത്തം അലങ്കോലമായിട്ട് എടുക്കുകയാണ്. നമ്മൾ പാക്കിംഗ് ഒക്കെ പകുതിയാക്കി വെച്ചേക്കുവാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വന്നിട്ട് ബാക്കി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. 2 പെട്ടികളിലൂടെ തുറന്ന് മലന്ന് കിടപ്പുണ്ട്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ടുഡേ ഈസ് 1st of August. നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. നമ്മൾ ഡെപ്പോസിറ്റ് ഒരു 1000 ബാത്ത് കൊടുത്തായിരുന്നു. അപ്പോൾ അത് അതിപ്പോൾ തിരിച്ചു കിട്ടും. അത് മേടിച്ചിട്ട് നമ്മൾ ഓഫ് ടു പട്ടായ. ഇനി പട്ടായയിൽ റൂമിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ടൈഗർ കിങ്ഡത്തിലൊക്കെ കയറിയിട്ടാണ് പട്ടായയിലുള്ള ഹോട്ടലിലേക്ക് പോണത്. ബാങ്കോക്കിലെ മിക്ക ഹോട്ടലുകളിലും ഈ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു റീഫണ്ടബിൾ എമൗണ്ട് ആണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മറക്കാതെ നമ്മളിത് തിരിച്ച് മേടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് പുറത്ത് വന്നപ്പോഴേക്കും നമ്മുടെ ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഗൈഡ് ഒരു ചേച്ചിയാണ് കേട്ടോ, പക്ഷെ കണ്ടാൽ പറയത്തില്ല. എന്തായാലും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 10 മണിയായപ്പോഴേക്കും ബാങ്കോക്കിനോട് വിട പറഞ്ഞ് നമ്മൾ പട്ടായയ്ക്ക് പോവുകയാണ്. നമുക്ക് അത്യാവശ്യം നല്ലൊരു ട്രാവലുണ്ട് കേട്ടോ. ബാങ്കോക്കിൽ നിന്ന് പട്ടായ വരെ ഏകദേശം ഒരു 3 മണിക്കൂറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഫാക്ടറീസും മലകളും പാടങ്ങളും അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ പട്ടായയ്ക്ക് പോകുന്നത്. പട്ടായയിൽ നമ്മൾ ആദ്യമേ പോകുന്നത് ടൈഗർ കിങ്ഡത്തിലേക്കാണ്. ടൈഗർ കിങ്ഡത്തിൽ പോയതിന് ശേഷം ഈവനിങ് ഒരു 3-4 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ ടൈഗർ കിങ്ഡത്തിൽ എത്തിയിരിക്കുകയാണ്. ടൈഗർ കിങ്ഡം ഓൾറെഡി നമ്മുടെ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടി വന്നില്ല. ഈ ടൈഗർ കിങ്ഡത്തിലേക്കുള്ള എൻട്രിയും മീഡിയം ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഗൈഡ് നേരെ കൊണ്ടുപോയത് കൗണ്ടറിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഏജൻറ്റ് ബുക്കിംഗ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ആൾ നമ്മുടെ ബുക്കിംഗ് കാണിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് അവർ എൻട്രി പാസ് തന്നു. നമുക്കവിടെ വേറെ സെപ്പറേറ്റ് പേയ്മെൻ്റ് ഒന്നും ആയില്ല. നമ്മൾ ഓൾറെഡി ഇത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നത്. നമ്മളെ കൊണ്ട് അവരൊരു കൺസേൺ ലെറ്ററൊക്കെ സൈൻ ചെയ്യിപ്പിച്ചായിരുന്നു കേട്ടോ. അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കയറുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ടൈഗർ പാർക്കിന് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ലെറ്ററാണ്. അങ്ങനെ അതൊക്കെ ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഉള്ളിൽ കയറി. അവിടെ നമുക്ക് പല സൈസുള്ള ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം കേട്ടോ. ലാർജ്, മീഡിയം, സ്മോളസ്റ്റ്, ന്യൂ ബോൺ ടൈഗറിൻ്റെ കൂടെ വരെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഓരോന്നിനും റേറ്റ് ഡിഫറെൻ്റ് ആണ്. ചിലതിന് 500 ചിലതിന് 400, 300 അങ്ങനെ പലതാണ്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറി വരുന്നിടത്ത് തന്നെ ഒരു ഇൻസ്ട്രക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട് അവർ. ഫ്ലാഷ് ഇട്ട് ഫോട്ടോസ് ഒന്നും എടുക്കരുത്. ചെരുപ്പൊക്കെ ഊരണം അകത്ത് കയറുമ്പോൾ. ബിഗ് ടു മീഡിയം ടൈഗർ അവിടെ എവിടെയോ. ഇത് ബിഗ് മീഡിയം കണ്ടോ, ഇത് ഇങ്ങോട്ട്. അവിടെ എന്തോ ഇഷ്ടപ്പെട്ടില്ല. ഫോട്ടോ എടുക്കുന്ന ഏരിയയുടെ പുറത്ത് ഒരു ഡിസ്പ്ലേയിൽ നമ്മുടെ ടിക്കറ്റ് നമ്പർ കാണിക്കും. അപ്പോൾ ആ ഓർഡർ അനുസരിച്ചാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി അകത്തേക്ക് കയറുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. ലിയായ്ക്ക് നല്ല പേടിയുണ്ട്. ഞാൻ എന്നിട്ട് കുഞ്ഞു കടവേരുടെ കൂടെ പോയി ടിക്കറ്റ് എടുത്തു എക്സ്ട്രാ.
വലുതിൻ്റെ അടുത്ത് കയറിയില്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ ഓടി അകത്ത് കയറി. നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ അകത്ത് കയറുന്നത്. Okay, one by one photo. Yeah, sure. Okay, first one stand at back side and walk straight. Yeah. Behind. നല്ല പേടിച്ചാട്ടോ ഞാൻ കടുവയുടെ അടുത്തോട്ട് പോയത്. പിന്നെ കടുവയുടെ അടുത്തേക്ക് പോകുന്നതിന് മുന്നേ ഇവർ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതിന് വയറിന് താഴേക്ക് മാത്രമേ തൊടാവുള്ളൂ, കടുവയുടെ മുഖത്തോ കയ്യേലോ അങ്ങനെയുള്ള ഫ്രണ്ട് വശത്തൊന്നും തൊടരുത്. പിന്നെ ഒരു പരിധി കൂടുതൽ നമ്മൾ ഈവൻ ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ പോലും കടുവയുടെ ഒത്തിരി അടുത്തേക്ക് വരാനൊന്നും അവർ സമ്മതിക്കത്തില്ല. പിന്നെ അവർ നമുക്ക് കുറേ പോസൊക്കെ പറഞ്ഞു തരും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ കുറേ കിട്ടും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും പിന്നെ നമ്മുടെ കടുവ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. ഈ ഫോട്ടോ എടുക്കാനായിട്ട് നിർത്തിയിരിക്കുന്ന മിക്ക കടുവകളും നല്ല ഉറക്കമാണ്. പിന്നെ അവർ കുറച്ച് കഴിയുമ്പം എഴുന്നേൽപ്പിക്കും. അങ്ങനെ എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അലൻ്റെ ഫോട്ടോ സെഷനായിരുന്നു. അലൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഒന്നിച്ചും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഈ സമയത്തൊന്നും എഴുന്നേൽപ്പിക്കേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. നമ്മൾ ഒന്നിച്ചുള്ള ഫോട്ടോ എടുത്ത സമയത്ത് കടുവേനെ എഴുന്നേൽപ്പിച്ചായിരുന്നു. Thank you very much. Thank you very much. Thank you. ബാഗ് എടുക്കണോ? എങ്ങനെയുണ്ട്? ഹൗസ് ദ എക്സ്പീരിയൻസ്? പക്ഷെ എഴുന്നേപ്പിക്കുന്നത് നല്ലതായിരുന്നു. ആ ഷോട്ട് എന്നാലേ കൃത്യം കിട്ടത്തുള്ളൂ. ആ തല പൊങ്ങിയത് എഴുന്നേറ്റില്ല. ആ പക്ഷെ എന്നെ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നെഞ്ചടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കേസല്ല. ബിക്കോസ് ഇനി നമ്മൾ അടുത്തത് ബേബി ടൈഗറിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാ. It's same na, touch the side only, don't touch the front side tiger. Stay behind, follow start all time. Okay. Madam, you follow. ബേബി ടൈഗർ ആയതുകൊണ്ട് പേടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞ് കാവട് തുള്ളി പോയതാണ് ഞാൻ. പക്ഷെ അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് ശരിക്കും ഞാൻ പേടിച്ചു പോയി. കുഞ്ഞാണേലും കടുവയുടെ കുഞ്ഞല്ലേ, നമ്മൾ ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ പേടിച്ചു പോകും. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ കയറുന്നതിന് മുന്നേയും ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴും നമ്മുടെ അടുത്ത് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ പറയും കേട്ടോ അവർ. അത് നമ്മുടെ അടുത്തുനിന്ന് കടുവയ്ക്കോ അല്ലെങ്കിൽ കടുവയുടെ അടുത്തുനിന്ന് നമുക്കോ എന്തെങ്കിലും അസുഖങ്ങളോ അങ്ങനൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലല്ലേ, ക്യൂട്ടല്ലേ അവിടെ കളിക്കുന്നവരുത്. അവൻ ഉറക്കത്തില്ല, അവൻ എഴുന്നേക്കുന്നില്ല, അവൻ ഉറക്കവാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ചെടി ഇത് കാണിച്ചാൽ നല്ല രസം. ഇങ്ങനെ വലിയ ജയന്റ് ഫോൺ ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നിട്ട് ഇങ്ങനെ തൂക്കിയിട്ടേക്കാം. ഇല്ല ഉണ്ട്, ഇവന്മാരൊരു സൈഡിലാവുള്ളൂ, അപ്പൊ ഇവിടെ കാണുമായിരിക്കും. ഒച്ച വെക്കരെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. Oh my God. ഒരുത്തം കിടക്കുന്നുണ്ടോ, നോക്കുന്നുണ്ടോ? ആ കിടക്കുന്നവൻ നോക്കുന്നുണ്ടോ? ഇവിടെ രണ്ട് സൈഡിലും ഇഷ്ടംപോലെ ആൾക്കാർ കിടപ്പുണ്ട്. അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആണാണോ പെണ്ണാണോ ഒക്കെ എഴുതുന്നുണ്ട്. 2563 അതേത് വർഷമാണ്? ഇവർ ഈ ഒരു കേജിൻ്റെ ഉള്ളിലേക്ക് കയ്യോ ഇടാനോ ഫോൺ വെച്ചിട്ട് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കാനോ ഒന്നും സമ്മതിക്കില്ല. എൻ്റെ പേരാ പാവം. 2016 ജനിച്ചവനാണ്. അപ്പോൾ ഇപ്പം എത്ര വയസ്സുണ്ട്? 8 വയസ്സ്. അയ്യോ നല്ല സൈസുണ്ട് എൻ്റെ ദൈവമേ. ഇതിങ്ങനെ കേജിൻ്റെ അകത്ത് കേജ്, അതിൻ്റെ അകത്ത് വീണ്ടും കേജ്, അങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ കിടക്കുന്നതൊന്നും വീഡിയോക്കാണ് അത്ര ക്ലിയർ ആയിട്ട് കാണത്തില്ല. പക്ഷേ സഹായമില്ലാത്തവർ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം.
കപ്പിൾ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ടിപ്പ്. ഇത് ഇവർ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ടൈഗർ പാർക്ക് എന്ന് എഴുതി തൂക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട് ഈ സാധനം. ഇവിടെ എല്ലാം ടൈഗർ പാർക്കുണ്ട്, കാണിച്ചത്. ഇവിടെ എല്ലാം കടുവ കിടപ്പുണ്ട്. ഇവനാണ് ഞങ്ങളുടെ സെൽഫി എടുക്കുന്ന കമ്പാനിയൻ. ഇത് ട്രൈപ്പോഡാണ്, സ്റ്റാൻഡായിട്ട് വെക്കാം, അല്ലാതെ വെക്കാം. ഇവിടെ എടുത്ത് നോക്കുന്ന ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. ഓവർ ക്രൗഡഡ് അല്ല, മറ്റേ സഫാരി പാർക്കൊന്നും പോലെ അത്ര ഓവർ ക്രൗഡ്. ഈ സഫാരി പാർക്ക് എന്നതായിരുന്നു, അനങ്ങാമേലായിരുന്നു. ആ അത്ര ഹ്യൂജുമാണ്. അത് ശരിയാ, നമുക്ക് എങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാം. സഫാരി പാർക്കിൽ ഇങ്ങനെ ഒന്ന് നിന്ന് ഫോട്ടോ എടുക്കാൻ പോലും പറ്റത്തില്ല, അതുപോലെ ആളാണ്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കട്ടെ. നമ്മൾ ടൈഗറിൻ്റെ കൂടെ കയറിയ സമയത്ത് ഇവർ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ അവർ ഫ്രെയിം ചെയ്തിട്ട് നമുക്ക് തരും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. മത്സ്യേനി നടക്കുന്ന പോലെ ഉണ്ട്. ഇച്ചാൻ്റെ സിംഗിൾ ഫോട്ടോ Big size 300 baht and small size 200 baht for one. ഓക്കെ. ദിസ് വൺ ഈസ് ബെറ്റർ. ഇതല്ലേ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇല്ല, അതിൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആക്ച്വലി വി വാണ്ട് ഓൺലി ദിസ് വൺ. This one? യാ 300 baht. യാ കാണിച്ച ജസ്റ്റ് നന്നായിട്ടുണ്ടല്ലേ? ഇത് വേണം, ഇത് വേണോ? 200 അതെടുക്കാം. നല്ലല്ലേ? ഇതിനേക്കാളും നല്ല ഇതല്ലേ? ഇത് കൊള്ളത്തില്ല, കുഞ്ഞവൻ്റെ കൂടെ ഉള്ളത് നല്ലതാണ്. ഇത് വേണം എടുക്കാം. എടുത്തോ, എനിക്ക് നല്ലല്ലേ? ഇത് രണ്ടും വേണോ? ദിസ് വൺ ആൻഡ് ദിസ് വൺ 500. ഇച്ചാൻ്റെ ഫോട്ടോ ഇല്ല? സിംഗിൾ ഫോട്ടോ? എക്സ്ക്യൂസ് മീ, ഇല്ല ഇല്ല സിംഗിൾ നോ. നിന്റെ ആ കിടക്കുന്ന നല്ല രസമാണ്. ഓക്കെ. ഓ, അത് ഫ്രെയിം ഇല്ലാതെ പടം മാത്രം തന്നടാ. എനിക്ക് തോന്നുന്നു മീഡിയം ടൈഗറിന്റെ കൂടെ നിന്ന് എടുക്കുന്നതിൽ നല്ലത് സ്മോളിൻ്റെ കൂടെ നിന്ന് എടുക്കുന്നത് തന്നെയാണ്. ഒന്നെങ്കിൽ ബിഗ് അല്ലെങ്കിൽ സ്മോള്. മീഡിയത്തിനോട് വലിയ എഫക്റ്റ് ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, എഴുന്നേക്കണം. ഒരു ലുക്കില്ല. അയ്യോ, ഞാൻ ലാസ്റ്റ് പറഞ്ഞ് അവനെ കൊണ്ടൊന്ന് എഴുന്നേപ്പിച്ചത്. ആ കടുവ ഭയങ്കര ഉറക്കമായിരുന്നു. പിന്നെ നമുക്ക് ഒത്തിരി ഇതിനെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇത് അറ്റാക്ക് ചെയ്യോ എന്തെങ്കിലും ചെയ്താലേ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും നിൽക്കുമ്പോഴാണ്. അതെ, ഇത് നമ്മുടെ ലക്ക് അനുസരിച്ചിരിക്കാം. അതായത് നമ്മൾ ചെല്ലുന്ന സമയത്ത് കടുവ ഉറക്കമാണെങ്കിൽ അവരൊത്തിരി ഫോഴ്സ് ചെയ്തതിനെ എഴുന്നേപ്പിക്കത്തില്ല. കടുവ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് ആ പൊസിഷനിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പം നമ്മൾ സഫാരിക്ക് പോവുകയാണ്. സഫാരിക്ക് ടിക്കറ്റ് പർച്ചേസ് ചെയ്ത് ഇവിടെ വന്നിട്ടാണ്. നാളെ മുമ്പേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒട്ടും ആളില്ല, ഇഷ്ടം പോലെ ആളായി. ഓക്കെ, നമ്മൾ സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മുടെ നമ്പർ ഇത് അവർ വിളിക്കുന്നത് പോലെ. ഇത് ടൈഗറിനോട് ഫോട്ടോ എടുക്കാനുള്ളതാണ്. അതെ, ഫോറസ്റ്റ്. ഇതിൽ 005 ആണ് നമ്മുടെ നമ്പർ, 61. അപ്പോൾ അത് വിളിക്കുന്നത് വരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യണം ഇതുപോലെ സഫാരിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. കേജ്, ഫോറസ്റ്റ്, സഫാരി 2 പേർക്കുള്ള ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് എങ്ങും എഴുതിയില്ല, എല്ലായിടത്തും ഇവരുടെ ഭാഷയിൽ. ഈവൻ ഇവിടെ നമ്മുടെ നാട്ടിൽ സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ പോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, ഫുഡ് ഓർഡർ ചെയ്യാനും ടാക്സി വിളിക്കാനും ഒക്കെ. അപ്പം അതിൽ വരെ ഇവരുടെ ഭാഷ എഴുതി വെച്ചേക്കുന്നത്. വെരി റെയറായിട്ട് ചില റെസ്റ്റോറൻറ്റ്സ്, അതായത് മക്ഡൊണാൾഡ്സ്, KFC അങ്ങനത്തെ ഗ്ലോബൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് മാത്രമേ ഇംഗ്ലീഷിൽ പേരെഴുതിയിട്ടുള്ളൂ. ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സും ഇവരുടെ ലാംഗ്വേജിലാണ് ഓരോ ഫുഡ് ഐറ്റംസിൻ്റെ പേരും പ്രൈസ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ അങ്ങനെ എഴുതി വെച്ചേക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ വേറൊരു ഫോൺ എടുത്ത് അതൊരു ട്രാൻസ്ലേറ്റർ എടുത്ത് അങ്ങനെ വേണം ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫുഡൊക്കെ ഓർഡർ ചെയ്യാനും ടാക്സി വിളിക്കാനൊക്കെ. നമ്മൾ പിന്നെ ഓൾറെഡി പാക്കേജ് എല്ലാം ബുക്ക് ചെയ്ത് വന്നതുകൊണ്ട് നമുക്ക് ടാക്സി ഒന്നും വിളിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. പിന്നെ ലോക്കൽ ഓർഡർ തന്നെ നമ്മൾ ടുക്ടുക്കാണ് വിളിക്കുന്നത്. അത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ടുക്ടുക്ക് അതിലെല്ലാം നമുക്ക് വിളിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാളെടുത്ത് പറഞ്ഞാൽ മതി, അപ്പോൾ അവർ നമ്മൾ കൊണ്ടുവിടും. ടുക്ടുക്കായാലും ഭയങ്കര ചീപ്പാണ്, 200 ബാത്തൊക്കെ ഉള്ളൂ. നമ്മളാകെ ടുക്ടുക്കിൽ പോയത് പ്ലാറ്റിനം മാൾ വരെയാണ്. അപ്പോൾ അത് ജസ്റ്റ് 200 ബാത്തൊക്കെ ഉള്ളൂ. 200, 250 ബാത്തല്ലേ നമ്മൾ മാക്സിമം കൊടുത്തിട്ടുള്ളത് ടുക്ടുക്കിന്. ഒരു പ്രാവശ്യം 150 ബാത്തിന് പോയി, ഒരു പ്രാവശ്യം 200 ബാത്താണ്. അവർ 400 എന്നൊക്കെ പറയും. പിന്നെ ചിലർ 200 രൂപയ്ക്ക് കൊണ്ടേ വിടും. നമ്മൾ സഫാരിക്ക് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഇവരുടെ ഒരു സ്പെഷ്യൽ വണ്ടിയുണ്ട്, അതിലാണ് നമ്മൾ ഫോറസ്റ്റ് റോഡ് സഫാരിക്ക് പോകുന്നത്. അപ്പം എത്ര 4 പേരോ സംതിങ് ഒരു വണ്ടിയിൽ കയറ്റി വിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടേൺ ആയി. നമ്മളെയും വേറെ ഒരു 2 പേരെയും കൂടി 4 പേരെയാണ് ആ വണ്ടിയിൽ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. കടുവ പിടിച്ചില്ലെങ്കിൽ ബാക്കി കാണാം. നല്ല ക്ലിയർ ഗ്ലാസ് കേട്ടോ, അത് കണ്ടോ, ഗ്ലാസ് ഉള്ള പോലെ തോന്നത്തില്ല. അത് അങ്ങനത്തെ ഗ്ലാസ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഗ്ലാസ് ആണ് ശരിക്കും. ജസ്റ്റ് ഈ ഒരു സൈഡ് കുഞ്ഞൊരു ഓട്ട എടുത്തത് ശരിക്കും അത് കൊടുക്കേണ്ട പോലും ആവശ്യമില്ലല്ലോ. സത്യം അതിനകത്ത് വരലിട്ട് തന്നെ അയ്യല്ലേ കടുവ. ഒന്നും ചെയ്യില്ല, പഠിക്കണം. ഈശ്വര 15 മിനിറ്റാണ് റൈഡ്. അർജുൻ പിടിച്ചിരുന്നോ? കടുവ പുറത്തേക്കൊന്നും വരാതിരിക്കാനായിട്ട് 2 ഗേറ്റാണ്. ഫ്രണ്ടത്തെ ഗേറ്റ് തുറക്കാൻ നമ്മുടെ ബാക്കിലത്തെ ഗേറ്റ് അടയണം. ബാക്കിലത്തെ ഗേറ്റ് അടയണം. ബാക്കിലത്തെ ഗേറ്റ് അടയണം. ഓ ഇങ്ങനെ. ഇനി ഫ്രണ്ടിലത്തെ ഗേറ്റ് തുറക്കാം. ഇത് അടഞ്ഞു കഴിയുമ്പോൾ ഗേറ്റ് നമ്പർ 2. No to hand outside. Yeah. No fast. No flat. No. Okay. Okay. The no full phone outside photo. Okay. That way on 3 minutes. Inside only 3 minutes. 4 years. 100 kilo. 4 tiger. ഉറക്കവാ. ഇവിടെ എല്ലാവരും ഭയങ്കര ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഉച്ചമയക്കത്തില്ല. പല പൊക്കി കുളിക്കാൻ വെള്ളത്തിൽ കുളിക്കുന്നു. ഉറക്കമാണോ വെള്ളത്തിലിരുന്ന്? ഇവരെല്ലാം ഭയങ്കര ഉറക്കമാണല്ലോ. റോഡിൽ കിടക്കുക, റോഡ് ബ്ലോക്ക് ചെയ്തു. നമ്മുടെ ഫ്രണ്ടിൽ പോവാ. ലാസ്റ്റ് ടൈഗറിൻ്റെ അടുത്തേക്ക് പോകും. 6 വയസ്സ്, 400 കിലോ വെയിറ്റ്. ഞാൻ പതുക്കെ പറയുന്നത് ഇതിനകത്ത് ഉറക്കെ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ്. നോയ്സ് വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, പെനാൽറ്റി എവിടെ വേണം. ഇവിടെ എല്ലാം ഫുൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തേക്കുവാക്കണ്ടോ. ഈ ചെടികളിലൊന്നും അടുത്തേക്കൊന്നും കടുവയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇലക്ട്രിക് ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാം മൊബൈൽ കൊണ്ടുവന്നു. ഫോൺ അല്ല, ബാഗ് വെളിയിൽ നിന്നാ ലോക്ക്. വെളിയിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഇന്നത്തെ സഫാരി കഴിഞ്ഞിട്ട് പോവുകയാണ്. ബാക്ക് ടു ഹോട്ടൽ, ഓഫ് ടു ഹോട്ടൽ. ഞാൻ കയറാം അത് വഴി. ഞാൻ ആദ്യം കയറാം, അല്ലെങ്കിൽ അപ്പുറത്തെ ഡോർ തുറക്കും. അങ്ങനെ നമ്മൾ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പട്ടായയിൽ നമ്മൾ സൺബീം എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.